ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസഭ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും ത്രിത്വത്തിലെ ഐക്യതയും എന്ന വിഷയമാണ് ഇവിടെ വിചിന്തനം ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതിൽ സർവ്വവ്യാപിയായിരിക്കുന്ന യേശുക്രിസ്തു, നമുക്കറിയാം, സൃഷ്ടാവായ ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിൽ എവിടെയും ലഭ്യമാണ്. അത് സാധ്യമാകുന്നത് അവിടുത്തെ ആത്മാവിനാലാണ്. എന്നാൽ പിതാവായ ദൈവത്തിൽ വ്യാപരിക്കുന്ന അതേ ആത്മാവ് തന്നെയാണ് യേശുക്രിസ്തുവിലും വ്യാപരിക്കുന്നത്. അത് നിമിത്തമാണ് യേശുക്രിസ്തുവിനും സർവ്വവ്യാപിയായി എവിടെയും വെളിപ്പെടുവാൻ സാധ്യമാകുന്നത്. അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നു, അവിടുത്തെ വേല തികച്ചു, മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായി ഉയർത്തെഴുന്നേറ്റ് ദൈവസഭയുടെ ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയിലുടനീളം പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ ഇടപെടലും വ്യക്തിപരമായി യേശുക്രിസ്തു വെളിപ്പെടേണ്ട മേഖലകളിൽ അവിടുന്ന് വെളിപ്പെട്ടതായും നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നും അതേ അളവിൽ അവിടുത്തെ പ്രവൃത്തി അനുസ്യൂതം തുടരുകയാണ്. അതായത് എവിടെ വ്യക്തിപരമായ വെളിപ്പെടലിൻ്റെ ആവശ്യമുണ്ടോ അവിടെ അവിടുന്ന് വ്യക്തിപരമായി വെളിപ്പെടുന്നു. അല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് ആവശ്യമെങ്കിൽ ആ നിലവാരത്തിൽ അവിടുന്ന് വെളിപ്പെടുന്നു. ഇതൊക്കെ നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 9-ാമത്തെ അധ്യായം ശൗലിനെ കർത്താവ് രൂപാന്തരപ്പെടുത്തുന്ന സംഭവം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഡമസ്കോസിലേക്ക് ശിഷ്യന്മാരെ പിടിക്കുവാനും ഉപദ്രവിക്കുവാനും പുറപ്പെടുന്ന ശൗലിന് യാത്രാമധ്യേ യേശുക്രിസ്തു പ്രത്യക്ഷനാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാമത്തെ അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാമത്തെ അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. ഇവിടെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ശൗലിന് പ്രത്യക്ഷനാകുകയാണ്. ആകാശത്ത് നിന്ന്
ചുറ്റും മിന്നുന്നൊരു വെളിച്ചമായിട്ട് സാക്ഷാൽ യേശു കർത്താവ് ശൗലിന് പ്രത്യക്ഷനാകുന്നു. അവിടെ ആ വെളിച്ചം ചുറ്റും മിന്നുമ്പോൾ ശൗല് ചോദിക്കുന്നുണ്ട്, നീ ആരാകുന്നു കർത്താവേ എന്ന്. അതിന് യേശുക്രിസ്തു മറുപടി പറയുന്നത്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. അതായത് വ്യക്തമായിട്ട് യേശുക്രിസ്തു അവിടെ തൻ്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നു. സാന്നിധ്യത്തെ ശൗലിന് മനസ്സിലാകുവാൻ തക്കവണ്ണം തെളിയിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അടുത്ത ദൗത്യത്തിലേക്ക് നടത്തുകയാണ്. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും. അപ്പോൾ അതേ നിലവാരത്തിൽ തന്നെ ദമസ്കൂസിലുള്ള അനന്യാസ് എന്ന ശിഷ്യനോടും കർത്താവ് ഇടപെടുകയാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാമത്തെ അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കൂസിലുണ്ടായിരുന്നു. അവനെ കർത്താവ് ഒരു ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ, അടിയൻ ഇതാ എന്നവൻ വിളി കേട്ടു. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസൂസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്നൊരു പുരുഷനകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇവിടെ ശൗലിന് ദർശനം കൊടുത്തു കഴിയുമ്പോൾ അവൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, അപ്പോസ്തലപ്രവൃത്തി 9:8 നമ്മളത് കാണുന്നു. ശൗൽ നിലത്തുനിന്ന് എഴുന്നേറ്റ് കണ്ണ് തുറന്നാറ് ഒന്നും കണ്ടില്ല. അവർ അവനെ കൈക്ക് പിടിച്ച് ദമസ്കൂസിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ 3 ദിവസം കണ്ണ് കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു. അപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ അനന്യാസിനോട് കർത്താവ് ഇടപെടുന്നു. ശൗലിനെ തിരക്കി പോകുവാൻ. അപ്പോൾ തന്നെ ശൗലിനും കർത്താവ് വ്യക്തമായിട്ടുള്ള ആലോചന കൊടുക്കുന്നു. എന്താണ്? അനന്യാസ് എന്നൊരുവൻ ശൗലിൻ്റെ അടുക്കൽ എത്തുമെന്നുള്ളത്. അപ്പോൾ എത്ര വ്യക്തമായിട്ട് അവിടുത്തെ സജീവമായ സാന്നിധ്യം നൽകിക്കൊണ്ട് ഇടപെടുന്ന കർത്താവിൻ്റെ പ്രവൃത്തി നമ്മൾ കാണുകയാണ്. അതിൻ്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാം. പതിമൂന്നാമത്തെ വാക്യത്തിൽ അനന്യാസ് പറയുന്നു, അതിന് അനന്യാസ്, കർത്താവെ, ആ മനുഷ്യൻ യെരുശലേമിൽ നിൻ്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ ഒക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രമാകുന്നു. ശേഷം നമ്മൾ കാണുന്നു, എൻ്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. 17-ാമത്തെ വാക്യത്തിൽ അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു.
അവൻ്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണൻ ആകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 18-ാമത്തെ വാക്യത്തിൽ, ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റു, സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ശൗലിനെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ ശൗലിന് കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ തന്നെ അനന്യാസിനെയും കർത്താവ് സന്ദർശിക്കുകയാണ്. ശൗലിനെ തേടിപ്പോകുവാൻ, അവനെ ദൈവകൃപയിലേക്ക് നയിക്കുവാൻ അനന്യാസിനെ കർത്താവ് അത്തരത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നോക്കണം, തിരുവെഴുത്തിലുടനീളം ദൈവം ഇത്തരത്തിൽ, കർത്താവ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് സർവ്വവ്യാപിയാണ്. ഇക്കാലത്തും അവിടുത്തെ സജീവമായ സാന്നിധ്യം ആവശ്യമുണ്ടെന്ന് കർത്താവിന് തോന്നുന്ന ഇടങ്ങളിലെല്ലാം അവിടുന്ന് ആളത്വമായി വെളിപ്പെടുന്നുണ്ട്. അത്തരത്തിൽ സർവ്വവ്യാപിയാണ് മരണത്തെ തോൽപ്പിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായത്തിലും യേശുക്രിസ്തുവിൻ്റെ ഇതേ ഇടപെടൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊർന്നേല്യോസ് എന്ന ശതാധിപൻ്റെ ഭവനത്തിലേക്ക് പത്രോസിനെ അയക്കുവാൻ ആ രീതിയിൽ സുവിശേഷത്തിൻ്റെ അടുത്ത ഒരു വാതിൽ തുറക്കുവാൻ യേശുക്രിസ്തു ആ നിലവാരത്തിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. കാരണം യഹൂദനല്ലാത്ത മറ്റൊരുവൻ്റെ അടുക്കലേക്ക് അന്ന് വരെ പത്രോസ് സുവിശേഷവുമായി പോയിട്ടില്ല. എന്നാൽ യഹൂദന്മാർ ഒഴികെയുള്ളവർക്കും സുവിശേഷം ആവശ്യമാണെന്നും അവരെയും ദൈവം സ്നേഹിക്കുന്നുവെന്നും ആ നിലയിൽ ഒരു ദൗത്യം പത്രോസിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ വലിയ ഒരിടപെടൽ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്തൊരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നേല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തുക. അവൻ തോൽക്കൊല്ലനായ ശിമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു. അവൻ്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ച് ദൂതൻ പോയ ശേഷം അവൻ തൻ്റെ വേലക്കാരിൽ 2 പേരെയും തൻ്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ച് പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നോക്കണം, ഈ ഒരു ദൗത്യം ദർശനത്തിൽ കർത്താവ് വെളിപ്പെട്ട് നൽകിയ ശേഷം പത്രോസിനെയും അതേപോലൊരു ദർശനത്തിലൂടെ കർത്താവ് നടത്തുകയാണ്.
അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവന് ഒരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസെ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന് ഒരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യമുണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ശ്രദ്ധിക്കണമേ, അതായത് സുവിശേഷം ജാതികളിലേക്ക് പകരുവാൻ പത്രോസിനോട് നേരിട്ടിടപെടുന്ന യേശുക്രിസ്തുവിൻ്റെ ഇടപെടൽ നമ്മളിവിടെ കാണുകയാണ്. വ്യക്തമായിട്ട് യേശുക്രിസ്തു സംസാരിക്കുന്നു. അടുത്ത ക്രമീകരണങ്ങളിലേക്ക് കർത്താവ് നടത്തുകയാണ്. നോക്കണം, ഈ ദർശനം കണ്ട് അതെന്തായിരിക്കുമെന്ന് ആലോചിച്ചിരിക്കുന്ന അതേ വേളയിലാണ് കൊർന്നല്യോസ് അയച്ച പുരുഷന്മാർ ശിമോൻ പാർക്കുന്ന ഭവനത്തിലെത്തുന്നത്. ശേഷം നമ്മൾ കാണുന്നു, പത്രോസ് ആ പുരുഷന്മാരോടൊപ്പം കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് എത്തുന്നു. അവിടെ പോയി വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷ സന്ദേശം അവിടെ അറിയിക്കുകയാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം 34 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. എന്നാൽ ഈ നിലയിൽ കൊർന്നല്യോസിനെയും പത്രോസിനെയും സജ്ജമാക്കിയതിന് ശേഷം കർത്താവ് അവരിലൂടെ കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ ചെയ്യുകയാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം 44 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം 44 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. 48-ാമത്തെ വാക്യം, പത്രോസ് അവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണം എന്നവർ അപേക്ഷിച്ചു. ഇപ്പോൾ നോക്കണം, ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി, വ്യാപ്തിക്ക് വേണ്ടി കർത്താവ് തന്നെ പ്രത്യക്ഷനാകുന്ന സാഹചര്യം നമ്മളിവിടെ കാണുകയാണ്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിൽ ഉടനീളം നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ വ്യക്തമായ ഇടപെടൽ.
പൗലോസിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ കർത്താവ് അതേ നിലവാരത്തിൽ പൗലോസിനോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യെരുശലേമിലെ ദൗത്യത്തിന് ശേഷം റോമിലെ ദൗത്യത്തിന് വേണ്ടി പൗലോസിനെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നമുക്ക് കാണാം. അങ്ങനെ വ്യത്യസ്തമായ നിലവാരത്തിൽ സുവിശേഷത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി കർത്താവ് ഇക്കാലഘട്ടത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവിടുത്തെ സജീവ സാന്നിധ്യം അവിടുത്തെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി ശക്തീകരിച്ച് ദൈവത്തിൻ്റെ വേല അനുസ്യൂതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തികൾ 20-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പൗലോസിന് ഇടപെടുന്നുണ്ട്. തനിക്ക് യെരുശലേമിൽ നേരിടുവാനുള്ള കഷ്ടങ്ങളെക്കുറിച്ച്. അപ്പോസ്തലപ്രവൃത്തികൾ 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യെരുശലേമിലെത്തി സുവിശേഷത്തിൻ്റെ ദൗത്യം തികച്ചതിന് ശേഷം റോമിലേക്ക് പോകുവാനുള്ള ദൗത്യം കർത്താവ് നേരിട്ട് വെളിപ്പെട്ട് പൗലോസിന് നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 23-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തികൾ 23:11. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്നരുളി ചെയ്തു. ഇവിടെ തൻ്റെ ജീവന് പ്രതികൂലം വരുമെന്നുള്ള വ്യക്തമായ ആലോചന പരിശുദ്ധാത്മാവിൽ തന്നെ അറിഞ്ഞിട്ടും അതിനേക്കാൾ ഉപരിയായി യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ വേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുക നിമിത്തം അടുത്ത ദൗത്യത്തിലേക്ക് പൗലോസിനെ കർത്താവ് നയിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഏതളവിലും ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി സന്ദിഗ്ധ ഘട്ടങ്ങളിൽ അവിടുത്തെ ശിഷ്യന്മാരെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ യേശു കർത്താവ് സർവ്വവ്യാപിയായി ഏത് തോതിലും പ്രത്യക്ഷപ്പെടുവാൻ ഇന്നും അവിടുത്തെ സജീവ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. നോക്കണമേ, റോമിലേക്കുള്ള കപ്പൽ യാത്രയിൽ കടൽ ക്ഷോഭത്തിലകപ്പെട്ട് വലഞ്ഞു പോകുമ്പോൾ അവിടെയും കർത്താവിൻ്റെ ഇടപെടൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 27-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 22 വാക്യങ്ങളിൽ അപ്പോസ്തലപ്രവൃത്തികൾ 27-ാമത്തെ അധ്യായം 22 മുതൽ, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. 24 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഇവിടെ
ആവശ്യമുള്ള വേളകളിൽ തൻ്റെ ശിഷ്യന്മാരെ ശക്തീകരിക്കുവാൻ ആളത്വത്തിൽ വെളിപ്പെടുന്ന യേശുക്രിസ്തുവിൻ്റെ സജീവമായ സാന്നിധ്യവും സർവ്വവ്യാപിത്വവും നമ്മളവിടെ കാണുകയാണ്. ഇതേ നിലയിൽ കർത്താവ് പത്മോസിൽ സുവിശേഷം നിമിത്തം അകപ്പെടുന്ന യോഹന്നാനും വെളിപ്പെടുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾക്കത് കാണാം. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. 10 മുതലുള്ള വാക്യങ്ങൾ. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദിസ്, ഫിലദൽഫിയ, ലവോദിക്കിയ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്തൊരു മഹാശബ്ദം എൻ്റെ പുറകിൽ കേട്ടു. 12 മുതൽ. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. നോക്കണമേ, 14 മുതലുള്ള വാക്യങ്ങളിൽ അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. 17-ാമത്തെ വാക്യം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും, എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്കണമേ, ദൈവരാജ്യത്തിൻ്റെ വിശാലതയുള്ള ബന്ധത്തിൽ ഏതളവിൽ ഏത് രീതിയിൽ അവിടുത്തെ ശിഷ്യന്മാർക്ക് വെളിപ്പെടണമോ അതേ അളവിൽ വെളിപ്പെടുന്ന യേശുക്രിസ്തുവിൻ്റെ സർവ്വവ്യാപിത്വത്തെ നമ്മൾ കാണുകയാണ്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. കർത്താവിനായി നിലകൊള്ളുവാൻ നമുക്കൊരുങ്ങാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.